ഹലോ ഫുഡീസ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ്. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ഐറ്റമാണ്. പക്ഷേ പുറത്തുനിന്ന് മേടിക്കാനില്ല, എപ്പോഴും ഒരു റിസ്ക്കാണ്. കാരണം പ്രിസർവേറ്റീവ്സും കൺഫ്യൂസിങ് ഇൻഗ്രീഡിയൻസും ഒക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പം നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസ് എടുത്ത് അതിനെ ചോപ്പറിനകത്തിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്യാം. ചോപ്പർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സർ ആയാലും മതി. അതിൻ്റെ കൂടെ ഞാനൊരു 2 ബ്രെഡിൻ്റെ സ്ലൈസ്, കുറച്ച് കുരുമുളക് പൊടി, ജീരകം 1 ടീസ്പൂൺ, പിന്നെ വറ്റൽമുളക് ഇടുന്നുണ്ട്. അത് സ്പൈസിയാണ് ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസ് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ സോയാ സോസും ചില്ലി പൗഡറും, കുറച്ച് ഇറ്റാലിയൻ സീസണിങ്, അത് നമ്മുടെ ഓറിഗാനോ. പിന്നെ ഞാനിവിടെ കുറച്ച് നമ്മുടെ എന്താ പറയുക ചിക്കൻ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ പൗഡർ ഈസിലി അവൈലബിൾ ആണ് ഷോപ്പിൽ. അത് ഇല്ലെങ്കിൽ മാഗി ക്യൂബ് ആയാലും മതി, അല്ലെങ്കിൽ ഇത് അവോയ്ഡും ചെയ്യാം. എന്നിട്ട് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യണേ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓർത്തത്. അപ്പം ഈ മുട്ടയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ബൈൻഡിങ് നല്ല പോലെ ആവും. എന്നിട്ട് ഇതിനെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കയ്യിൽ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ആ പേസ്റ്റിന് നമുക്കിനി അത് ഡിസൈർഡ് ഷേപ്സ് കൊടുക്കാം. റൗണ്ടോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുത്തിട്ട്, പിന്നെ ഇതിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പം കോട്ട് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഹാഫ് ആൻ അവർ ഇതിനെ ഇങ്ങനെ ഇതേമാതിരി പ്ലേറ്റിൽ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ആവത്തില്ല. കോട്ട് ചെയ്യാൻ നേരത്ത് കുറച്ചൊന്ന് ഹാർഡായതുകൊണ്ട് കോട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ കോട്ടിങ് ഞാനിവിടെ 3 സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്യും, പിന്നെ മുട്ടയിലൊന്ന് കോട്ട് ചെയ്യും, പിന്നെ ബ്രെഡ് ക്രംസ്. അപ്പം മൈദയ്ക്ക് വേണ്ടി മൈദ കോട്ടിങ്ങിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ചിക്കൻ പൗഡറും, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും, പിന്നെ ഓർഗാനോ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് സ്പൈസി വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്രിക്ക പൗഡറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. അപ്പം നമ്മുടെ ഫസ്റ്റ് കോട്ടിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. പാല് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമായാലും മതി, ഒന്നും ഡിഫറൻസ് വരാൻ പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസ് ഞാൻ റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രഷ് ബ്രെഡില്ലേ അതിനെ മിക്സറിനകത്ത് ഗ്രൈൻഡ് ചെയ്താലും ഇതേമാതിരി നമുക്ക് പൗഡർഡ് ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പം നമ്മുടെ നഗറ്റ്സിനെ എടുത്തിട്ട് ആദ്യം മൈദയിലൊന്ന് കൂട്ടി ചെയ്യുക. എന്നിട്ട് പിന്നെ മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് നമുക്ക് നല്ലപോലെ കോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നഗറ്റ്സ് എല്ലാം കോട്ട് ചെയ്തിട്ടില്ലേ, വീണ്ടും ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിനകത്ത് വെക്കും. അപ്പം അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ അത് എളുപ്പമാണ്. അപ്പം സ്റ്റോർ ചെയ്യുമ്പം ഒന്നുമേൽ അത് സ്റ്റിക്ക് ആവത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്റ്റിക്ക് ആവത്തില്ല. പിന്നെ അത് എടുക്കാനും നമുക്ക് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാനിത് സിപ്പ് ലോക്ക് ബാക്ക് ആക്കി ഫ്രീസറിനകത്ത് വീണ്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് അത് ആവശ്യമെന്ന് വെച്ചാൽ അന്നേരം എടുക്കുക, ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എണ്ണ ചൂടായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്യണം. കാരണം ചിക്കൻ നമ്മൾ അകത്ത് കുക്ക് ചിക്കൻ അല്ലല്ലോ, അപ്പോൾ അത് നല്ലപോലെ കുക്കായി വരണം. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്യണം. നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ലൈക്ക്, ഫോളോ, കമൻറ്റ്, ഷെയർ ചെയ്യണേ. അപ്പം നെക്സ്റ്റ് കാണാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു, ബൈ.